നമസ്കാരം. ബിഗ് ബോസ്. എന്തായാലും കഴിഞ്ഞ 2 ദിവസത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കൂടി ഇനിയും വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് എല്ലാവർക്കും ഒരു ബോധം ഉണ്ടായിട്ടുണ്ട്. ആർക്ക് വേണേലും എപ്പോഴും പുറത്തു പോകാം എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാവരും ഗെയിം നന്നായിട്ട് കളിക്കാൻ തുടങ്ങും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് രാവിലെ തന്നെ ബിന്നി തുടങ്ങിയിട്ടുണ്ട്. ബിന്നി അത് അപാര ഗെയിമാണ് രാവിലെ കളിക്കുന്നത്. അത് ഇന്നലെ രാത്രി കഴുകി വെക്കേണ്ട പാത്രമാണ്. രാവിലെ ജിസേൽ ചായ ഇടാൻ ചെന്നപ്പോൾ അവിടെ പാത്രമൊന്നുമില്ല, ഗ്ലാസ് ഒന്നുമില്ല. ഗ്ലാസ് ഒക്കെ നേരത്തെ അവരവർ കഴുകി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ പോലും പലരും അവിടെ ഇവിടെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത്. അതിന്റെ ഒരു വലിയ സംഭവം ഇപ്പോഴും തീർന്നിട്ടില്ല. റനയും ബിന്നിയുമായിട്ട് അതിന്റെ ഒരു സൗഹൃദ സംഭാഷണമൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. മുമ്പേ ഭയങ്കര യുദ്ധസമാനമായിരുന്നു കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ അത് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ട് അതിനകത്ത് അക്ബറും ജിസേലും ആര്യനും ഒക്കെ ഉണ്ട്. എല്ലാവരും അതിനകത്ത് പറയുന്നുണ്ട്. കാരണം ജിസേൽ രാവിലെ കിട്ടിയ പാത്രത്തില് 10 പേർക്കുള്ള ചായ വെച്ചു. അപ്പൊ ബിന്നി പറയുന്നത് ജിസേലിന് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ള ചായയാണെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പുള്ളിക്കാരി വളരെ ജെന്യൂൻ ആയിട്ട് തന്നെ 10 പേർക്കുള്ള ഗ്ലാസ് ഇതുണ്ടായിരുന്നു. ആ ഗ്ലാസ് കൂടെ എടുത്തു വെച്ചാൽ 10 പേർക്കുള്ള ചായ എടുത്തു വെക്കാമെന്ന് ജിസേൽ പറയുന്നുണ്ട്. അത് വളരെ സത്യമാണ്. കാരണം ഓരോരുത്തരും അവരോട് ഇഷ്ടത്തിന് വന്ന് എടുത്തോണ്ട് പോയാലേ ആർക്കും കിട്ടാതെ വരും. പിന്നെ അതൊരു വലിയ വിഷയമാകും. അപ്പൊ ചായക്കപ്പിനകത്ത് ഒഴിച്ചു വെച്ചാൽ ഓരോരുത്തർക്ക് എടുത്തോണ്ട് അങ്ങ് പോയാൽ മതില്ല. അങ്ങനെ വിഷയം വരില്ല. അത് സത്യമായി ജിസേലിന്റെ ഭാഗത്താണ് ഞാൻ എന്തായാലും നിൽക്കുന്നത്. ബിന്നി പറയുന്നതിന് ഒരു ന്യായവുമില്ല. കാരണം തലേദിവസം ചെയ്തു വെക്കേണ്ട പണിയായിരുന്നു, അതവർ ചെയ്തില്ല. രാവിലെ വളരെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് അത് ചെയ്യുന്നത്. മസ്താനി അത് കൊടുത്തിട്ട് അങ്ങ് പോയി. മസ്താനി എന്നിട്ട് മാറിയിരുന്ന് കളി കാണുകയാണ്. മസ്താനിയാണ് ആദ്യം തുടങ്ങിയത്. മസ്താനി തുടങ്ങി ശരിക്കും മസ്താനിയാണ് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ. മസ്താനി നീ പോയി കഴുകടി എന്നൊക്കെ പറഞ്ഞ ബിന്നിയോടെ ചൂട് പിടിപ്പിച്ചിട്ട് ബിന്നി കുറച്ചു നേരം കഴുകുന്നുണ്ട് വന്നു വരുന്നത്. പക്ഷെ അവരാദ്യം വലിയ വലിയ വെസൽസ് കഴുകുകയാണ്. രാവിലെ കാപ്പിക്കുള്ള സാധനങ്ങളല്ലേ അവർക്ക് കഴുകി കൊടുക്കേണ്ടത്. അതൊക്കെ മര്യാദയായുള്ള കാര്യങ്ങളല്ലേ. അതനുസരിച്ചല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആവും, ലഞ്ച് ലേറ്റ് ആവും. അപ്പൊ അതിനിപ്പോൾ അതിനേക്കാളും വലിയ വിഷയം ഉണ്ടാകും. പക്ഷെ ഇതുവരെ ഇത്രയും നാൾ നമുക്ക് കണ്ടതിൽ വെച്ച് ജിസേൽ അടുക്കളയുള്ളപ്പോൾ ആർക്കും ഫുഡ് കിട്ടാഴികയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു വിഷയം പുള്ളിക്കാർ വളരെ എത്ര ദേഷ്യമുള്ളവരാണെങ്കിൽ പോലും ദേഷ്യത്തിൽ വന്ന് കഴിച്ചിട്ട് പോടാന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ട. ആർക്കും ആഹാരം കിട്ടാതെ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ വളരെ മാന്യമായിട്ട് തന്നെയാണ് അടുക്കളയിൽ നിന്ന് പെരുമാറുന്നതും ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതും സെർവ് ചെയ്യുന്നതും. പലരും സെർവ് ചെയ്യുന്നതിൻ്റെയൊക്കെ വിവിധ ഭാവങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഞാൻ അതിനൊക്കെ സത്യം പറഞ്ഞാൽ ജിസേലിന്റെ ഭാഗത്ത് തന്നെയാണ്. അതിനകത്ത് ബിന്നിയുടെ ഭാഗത്ത് ഒരു ന്യായവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം രാവിലെ അടുക്കളയിൽ വരുമ്പോൾ അവർക്കുള്ള ആവശ്യത്തിനുള്ള പാത്രം അത് ചോദിക്കണം എന്ന് പറയുന്നതിനകത്ത് ഒരു ന്യായവുമില്ല. അത് ചോദിക്കേണ്ട കാര്യമല്ല, അവരവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്തു വെച്ചില്ല, ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. ഓരോ പാത്രം ആ വെസൽ കഴുകി തരാമോ, ഈ വെസൽ കഴുകി തരാമോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് ഇത്രയും നാളും ഇവരുടെ രീതികൾ കണ്ടതിൽ നിന്ന്. അവരത് ചെയ്തു വെക്കേണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള പാത്രങ്ങൾ രാവിലെ ചായ വെക്കാനുള്ള പാത്രമൊക്കെ ബിന്നിയൊക്കെ അടുക്കള നിന്നപ്പോൾ അവർക്കറിയാമല്ലോ. അവർക്കിപ്പോൾ നേരത്തെ അതൊക്കെ കഴുകി കൊടുത്തുകൂടായിരുന്നോ? അപ്പൊ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രശ്നമാണ്. അതിനകത്ത് രസകരമായ കാര്യം, അനു ഇതിന് വേണമെങ്കിൽ വന്ന് ഇടപെടാമായിരുന്നു. പക്ഷെ അനു ഇതിനകത്ത് ഇടപെട്ടിട്ടേ ഇല്ല. അനു മാറി നിന്ന് കളി കാണുകയാണ്. എന്താ സംഭവം എന്നറിയില്ല. അനു പുതിയ ഗെയിം തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കരച്ചിലും ഇല്ല.